ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഞാനിപ്പോ വന്നത് വേറെ നല്ല റെട്രോന്റെ സിനിമയുടെ റിലീസ്, അതായത് സൂര്യയുടെ പടം റെട്രോ. അപ്പൊ അതിന്റെ ടിക്കറ്റുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലുലു മാളിലെ ടിക്കറ്റ് വന്നു. ലുലു മാളിൽ ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ടിക്കറ്റ് റെട്രോന്റെ ഞാൻ ബുക്ക് ചെയ്തു. ഈ കാണുന്നത് ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, ഇത് ആറാട്ടന് വേണ്ടിയാ, സന്തോഷ് വർക്കിക്ക്. കാരണം പുള്ളി ഇപ്പൊ ഉണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ പുള്ളി എന്തായാലും എൻ്റെ അടുത്ത് പറയും ടിക്കറ്റ് വേണമെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സീറ്റാണ് ബീറ്റ്. കാരണം അത് പുള്ളി അവിടെ ഇരുന്ന പടം കാണാറുള്ളൂ. അപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സീറ്റും അത് തന്നെ. ഏട്ടെണ്ണായിരുന്നു, ഏട്ടെണ്ണമാണ്. ഏട്ടെണ്ണ സാധാരണ പുള്ളി എടുക്കാൻ പറയാറ്. ഇതിപ്പോ ഞാൻ ബീറ്റിലാണ് എടുത്തു. പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സീറ്റും അതൊക്കെ തന്നെയാണ്. അപ്പൊ പറഞ്ഞൊന്നും വേറെ ഒന്നല്ല, ഇപ്പൊ പുള്ളിയുടെ കാര്യത്തിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, പുള്ളീനെ ഇപ്പൊ ജയിലിൽ ഇട്ടൊക്കെയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ അവിടുന്ന് ഞാൻ ശനിയാഴ്ച ഞാൻ പോയപ്പോ ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. അതായത് കോടതി ശനിയാഴ്ച കൊണ്ടുവന്നപ്പോ കോടതി പിരിഞ്ഞു. അപ്പൊ കോടതി ഇനി തിങ്കളാഴ്ച ഉള്ളൂ. അതുവരെ ജയിലിലാണ്. അല്ലാണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തു എന്നല്ല ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഇവിടെ പല പ്രമുഖ മാധ്യമങ്ങളും, അതായത് ഏഷ്യാനെറ്റ് ന്യൂസും അതേപോലെ തന്നെ മാതൃഭൂമിയൊക്കെ പറയുന്നത് ആറാട്ടെണ്ണം 14 ദിവസം റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം ഞാൻ അവിടുന്ന് അറിഞ്ഞത് അങ്ങനെയാണ്. അതായത് ഇനിയിപ്പോ തിങ്കളാഴ്ച ഇവരുടെ കേസ് വാദിക്കും, കേസ് നടക്കും. അന്ന് ചിലപ്പോൾ ജാമ്യം കിട്ടാണ്ടിരിക്കാം. അങ്ങനെ ഞാൻ അറിഞ്ഞത്. അല്ലാണ്ട് 14 ദിവസത്തേക്ക് ശനിയാഴ്ച തുടങ്ങി 14 ദിവസത്തേക്ക് റിമാൻഡിലിട്ടു എന്നല്ല. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ആറാട്ടന് വേണ്ടിയാണ് ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബീട്ടെ ലുലു മാളില് സ്ക്രീനാന്ന് ഓർക്കല്ല, എന്തായാലും ബീട്ടെണ്ണ സ്ക്രീൻ തേക്ക് കാണുന്നതാണ്. ഏതാന്ന് ഞാൻ ഞാൻ ബീട്ടെണ്ണാണ് എന്തായാലും എടുത്തത്. അപ്പൊ ആറാട്ടെണ്ണ ഉണ്ടെങ്കിൽ എന്തായാലും ആ ടിക്കറ്റ് എടുക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു. ഇനിയിപ്പൊ ആറാട്ടെണ്ണ ഇറങ്ങുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോ എന്താണ് ആറാട്ടെണ്ണം ചെയ്തത് തെറ്റ്? പുള്ളി അങ്ങനെ നടികൾക്കെതിരെ മോശം പറഞ്ഞു, ശരി ആയിക്കോട്ടെ. ഇവിടെ നടികൾക്കെതിരെ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇതിനൊക്കെ എല്ലാവരും പ്രതികരിക്കുന്നല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഒരു ബ്ലോഗർ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ വീട് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നില്ല. പേര് എനിക്കറിയില്ല. ആ മോഹൻലാലിനെ ഡിപ്പെന്നും പറഞ്ഞ് വന്നൊരു കുട്ടി. ആ മറ്റേ ഏതൊരു പടത്തിലൊക്കെ ഉണ്ട്, മറ്റേ ബാഡ് ബോയ്സ് പടത്തിലൊക്കെ പുള്ളിനെ. അതെ. അപ്പൊ ആ പുള്ളിക്കെതിരെ എന്ത് കേസ് കൊടുക്കാത്ത? ഇപ്പൊ ഇങ്ങനെ സിനിമക്കാരൊക്കെ ആണെങ്കിൽ സിനിമക്കാര് തന്നെ, അതായത് മുകേഷ് അല്ല സിദ്ദിഖിനെതിരെ ഈ ഇടയ്ക്ക് സെയിം കേസ് തന്നെയല്ല നടക്കണേ. സെയിം കേസല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി കൂടിയ കേസ്. എന്തുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി, അവര് പുറത്തിറങ്ങി? അപ്പൊ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ ടിക്കറ്റ്, അതായത് റെട്രോ 1-ാം തീയതി ഇറങ്ങുന്നത് ലുലു മാളില്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ബീറ്റ്. അവിടെ ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. പുള്ളിക്ക് ഇറങ്ങോ ഇറങ്ങാണ്ടിരിക്കോ അതൊക്കെ നമുക്ക് നാളെ കാണാം, നാളെ അറിയാം. അപ്പൊ ഇറങ്ങാണെങ്കിൽ പുള്ളി അവിടെ ഇരുന്ന് കാണും. പുള്ളി കണ്ടില്ലെങ്കിൽ ആ സീറ്റിൽ വേറെ ആരും കാണില്ല. ഞാൻ എന്തായാലും ലുലു മാളിൽ പോയി കാണില്ല. കാരണം എനിക്ക് ലുലു മാൾ ഇഷ്ടമില്ലാത്തൊരു തിയേറ്ററാണ്. കാരണം വേറെ ഒന്നുമല്ല, ബൈക്ക് കൊണ്ടുപോയാൽ പാർക്ക് ചെയ്യാൻ അവര് പാർക്കിംഗ് ഫീസ് വാങ്ങും. അത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. പിന്നെ സിനിമ കാണാൻ പിന്നെ ബൈക്ക് പിന്നെ പുകയിലിട്ടുകൊണ്ട് തിയേറ്ററിനുള്ളിൽ കയറണം. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ലുലുമാളിലേക്ക് ഞാൻ പടം കാണാൻ പോയില്ല. അത് ഉറപ്പുള്ള കേസാ. ലുലുമാള് ഞാൻ ഏതൊരു പടം അവിടെ കണ്ടു. മറ്റേ ഒരു 4DX പടം കണ്ടു. 400 സംതിങ് 550 ടിക്കറ്റ് കൊടുത്തിട്ട് ഇവനൊക്കെ പിന്നെ പാർക്കിംഗ് ഫീസും കൂടി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ കൊടുത്തൂല്ല, കൊടുക്കാനാണ് ഞാൻ ഇറങ്ങിപ്പോന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവിടേക്ക് ഞാൻ പോണില്ല. ഇപ്പൊ വേറെ എത്രയോ നല്ല തിയേറ്ററുകളുണ്ട്. എന്തായാലും അവിടെ ഞാൻ പോകാൻ ഉദ്ദേശമല്ല. ഇപ്പൊ ഈ ടിക്കറ്റ് B10 ടിക്കറ്റ് ഇത് ആറാട്ടന് വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന ടിക്കറ്റാ. അത് എന്തായാലും പുള്ളി പുറത്തിറങ്ങും തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നാളെ പുള്ളി പുറത്തിറങ്ങും. അപ്പൊ ഈ മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ പറഞ്ഞത് കള്ളാവൂന്ന്. കള്ളല്ലേ? കാരണം അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെന്ന് അവര് പറഞ്ഞത്. അതൊന്നും ശരിയായൊരു കാര്യമല്ല. എന്തായാലും
ആറാറിന് വേണ്ടി റെട്രോന്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. പൈസ ഞാൻ എന്റെ പൈസ പോണോ പോകട്ടെ, കുഴപ്പമില്ല, പോകണമെങ്കിൽ പോകട്ടെ. പൈസ ഇപ്പൊ ഉണ്ടാക്കാൻ നമുക്കും അറിയാം, കാരണം ഇപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, ആ കാരണം എനിക്ക് പൈസ ഉണ്ടാക്കാൻ എനിക്കും അറിയുകയും ചെയ്യാം. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല. എന്തായാലും ആറട്ടെണ്ണ നിങ്ങൾ തിരിച്ചു വരും, നാളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, ഉറപ്പാണ് ആ കാര്യം. ശരി, ഇത്രൂ, വേറെ ഒന്നുമില്ല.